നമസ്കാരം. പാകിസ്ഥാനെതിരായ പോരാട്ടം ഇന്ത്യ കടുപ്പിക്കും. ഇതിനായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ കറാച്ചിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 8 ദിവസം മുൻപ് തന്നെ കറാച്ചിയിലേക്ക് പോകാൻ യുദ്ധക്കപ്പൽ തയ്യാറായി നിന്നിരുന്നു. ബ്രഹ്മോസ് മിസൈൽ അടക്കം കപ്പലിലുണ്ടെന്നാണ് സൂചന. പാകിസ്ഥാനെ കടലിൽ നിന്നും ആക്രമിച്ച് ചാരമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കറാച്ചി തുറമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത തള്ളി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കറാച്ചിയെ ഇന്നലെ ആക്രമിച്ചെന്നോ ഇല്ലെന്നോ ഇന്ത്യ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലെ തന്ത്രപ്രധാന നഗരമായ കറാച്ചിയെ വീഴ്ത്തിയാണ് 1971 യുദ്ധത്തിന്റെ ഇന്ത്യ പാകിസ്ഥാൻ തകർത്തത്. ഇതേ യുദ്ധതന്ത്രം തന്നെയാണ് 2025 ഇന്ത്യ പുറത്തെടുക്കുക. ഇതിനുവേണ്ടിയാണ് യുദ്ധക്കപ്പലിന്റെ യാത്ര. പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിക്കാനാണ് നാവികസേനയുടെ രംഗത്ത് സജീവമാകുന്നത്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇന്ത്യക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിർത്തിയിൽ ഇപ്പോൾ അതിരൂക്ഷമായ വെടിവെപ്പ് തുടങ്ങിയെന്നാണ് പിന്നാലെ ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമായി ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ തുടരുകയാണെന്ന് പറയാം. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. രാത്രി ജമ്മുവിലേക്ക് മാത്രം എത്തിയത് 100ഓളം ഡ്രോണുകളാണ്. പാക് ഡ്രോണുകളെ നിലം തൊടിയിക്കാതെ തകർത്ത സൈന്യം ശക്തമായി തന്നെ പ്രതിരോധം തീർക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ നട്ടലാണ് കറാച്ചിയിലെ തുറമുഖവും കറാച്ചി നഗരവും. പാകിസ്ഥാന്റെ നികുതി വരുമാനത്തിന്റെ 35% നൽകുന്ന നഗരമാണ് കറാച്ചി. തുറമുഖമാണ് പ്രധാന വരുമാനം. പാകിസ്ഥാന്റെ വ്യാപാരത്തിന്റെ 60% ഈ തുറമുഖം വഴിയാണ് നടക്കുന്നത്. പാകിസ്ഥാനിലെ പ്രധാന റിഫൈനറി കറാച്ചിയിലാണ്. കറാച്ചി തുറമുഖം തകർന്നാൽ പാകിസ്ഥാൻ വലിയ ആഘാതമുണ്ടാകുമെന്ന് സൈനിക കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തി. 1971 യുദ്ധത്തിന്റെ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് കറാച്ചിയെ വീഴ്ത്തിക്കൊണ്ടാണ്. അന്ന് ഇന്ത്യൻ നാവികസേന നടത്തിയ മിന്നൽ ആക്രമണത്തിൽ കറാച്ചി തുറമുഖത്തിന് കാര്യമായ കേടുപറ്റിയിട്ടുണ്ട്. തുറമുഖത്തുണ്ടായിരുന്ന നിരവധി കപ്പലുകൾ ഇന്ത്യൻ നാവികസേന കടലിൽ മുക്കിക്കളഞ്ഞു. അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നും നാവികസേന വാങ്ങിയ മിസൈൽ ബോട്ടുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. മലയാളിയായ ക്യാപ്റ്റൻ KK നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നാവികസേനാ സംഘം മിസൈൽ ബോട്ട് യുദ്ധരീതി പരിശീലിക്കാൻ സോവിയറ്റ് യൂണിയൻ പോയത്. അന്നത്തെ നാവികസേന മേധാവിയായിരുന്ന അഡ്മിറൽ SM നന്ദ ദി മാൻ ഹു ബോംബ്ഡ് കറാച്ചി എന്ന ആത്മകഥയിൽ കറാച്ചി തുറമുഖം ആക്രമിച്ച സംഭവങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. നാവികസേനയുടെ കറാച്ചി ആക്രമണം നിരവധി ബോളിവുഡ് സിനിമകൾക്കും വിഷയമായിട്ടുണ്ട്.